നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ ഇന്ന് ഹൈന്ദവ സമൂഹത്തിലൊക്കെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അണുകുടുംബങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഹൈന്ദവ സമൂഹം. എന്താണ് അണുകുടുംബം? അണുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, മകൻ അല്ലെങ്കിൽ മകൾ, ഒരു 4 പേരിൽ കൂടുതലില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ ഹൈന്ദവ ഭവനങ്ങൾ മാറിയിരിക്കുകയാണ്. നേരെ മറിച്ച് മുൻപ് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു, അൺഡിവൈഡഡ് ഫാമിലി. ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മാവൻ, അമ്മായി, അല്ലെങ്കിൽ മക്കള്, കൊച്ചുമക്കള്, അങ്ങനെ നിരവധി ആൾക്കാരാണ്. വലിയ കുടുംബങ്ങൾ ആയിരുന്നു അന്ന്. വലിയ കുടുംബങ്ങളിൽ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പുരാണ കഥകൾ, നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് മുതിർന്ന ആൾക്കാർ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ തന്നെ അത്തരത്തിൽ നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിന് പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അതിന് മാറ്റം വന്നേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഹൈന്ദവ സമൂഹത്തിൽ, ഹൈന്ദവ ഭവനങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. സംസാരിക്കുക മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയെ, വരും തലമുറയെ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരായിട്ട് മാറ്റണം. അവരിൽ പരസ്പര സ്നേഹം, സത്യം മാത്രം പറയുക, അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കുക, അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. അങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തിയെടുത്ത് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല കുടുംബത്തിലൂടെ ഒരു നല്ല രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വരുന്ന തലമുറയെ നമ്മുടെ പുരാണ കഥകളും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ സംസ്കാരവും ഒക്കെ തന്നെ പഠിപ്പിച്ച് നല്ലൊരു സമൂഹമായി വാർത്തെടുക്കണം.